ஒரு கணம் போதும் இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய்? കുറെ സമയമായി വന്നിട്ട്. ഇല്ലടി, ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ. നീ വന്നിട്ട് ക്ലാസ്സിൽ കയറാന്ന് വിചാരിച്ചു. നീ ഇന്ന് നേരത്തെ ആണല്ലോ. ഇനി ഞാൻ എന്നും അങ്ങോട്ട് നേരത്തെ ആയിരിക്കും. അല്ലടി, അവിടെ എന്താ ആൾക്കൂട്ടം? അതെന്താന്ന് വെച്ചാ നമ്മുടെ ജൂനിയർ ഒരു കുട്ടീൻ്റെ അത്ര, റോസ് എന്ന് പറഞ്ഞിട്ട്, അവളുടെ ഫാൻസാ കൂടി നിൽക്കുന്നത്. ഫാൻസോ? അവളെ കാണാൻ നല്ല ഗ്ലാമറാണ് അത്ര, ക്യൂട്ടാണ്, ഹോട്ടാണ്, സെക്സിയാണെന്നൊക്കെ പറഞ്ഞു പോണായിട്ട്. ആര്? നമ്മുടെ രാഹുലില്ലേ, അവനും അവൻ്റെ ഗ്യാങ്ങൊക്കെ അങ്ങനൊക്കെ പറഞ്ഞു പോണേ കേട്ടു. ക്യൂട്ടോക്കെ, ഹോട്ട് എന്ന് വെച്ചാ ചൂടാണെന്നോ? അതിന് വേറെ എന്തൊക്കെയോ കുറെ അർത്ഥമൊക്കെ ഉണ്ടടി. അല്ല, അതിനിപ്പോ എന്തിനാ ഇവരെല്ലാരും കൂടെ അവളെ കൂടി നിൽക്കുന്നത്? എടി, അത്രക്ക് ഗ്ലാമറാണെന്ന്. അവളുടെ നടത്തത്തിന് വരെ ഫാൻസാ. നടത്തത്തിന് വരെ ഫാൻസോ? എടി, നീ കാറ്റ് വാക്കൊന്നും കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. എടി, പച്ച മലയാളത്തിൽ പറഞ്ഞ പൂച്ച നടത്തം. പൂച്ച നടത്തോ? അതെങ്ങനെ നടക്കണത്? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നടന്ന ഫാൻസ് കൂടി. നമ്മളൊന്നും നോക്കാൻ ആരും ഇല്ലല്ലേ ഇവിടെ. ശരിയാടി, അവൾക്ക് ഇത്രയും ഫാൻസ് എന്താല്ലേ? നീ കണ്ടോ അവളെ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് കാണാൻ പറ്റണ്ടേ? എന്താ ഫുൾ വോയിസ് പൊതിഞ്ഞിരിക്കല്ലേ അവളെ? ഇത്രയൊക്കെ ഗ്ലാമറൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കാണണല്ലോ അവളെ. പിന്നെ ഗ്ലാമർ ഇല്ലാതെ എല്ലാരും കണ്ണ് ചുറ്റി കറങ്ങൂലല്ലോ അവളുടെ പുറകെ. എനിക്കൊച്ചെ, എനിക്കും അങ്ങനെ ആവണം. എങ്ങനെ? ആ പെണ്ണിന്റെ പോലെ. ഹോട്ട്, ക്യൂട്ട്, സെക്സിക്ക് അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നല്ലേടി. ജന്മനാ വേണം, അത് നിനക്കില്ല. പിന്നെ ഇപ്പൊ നമ്മളെന്ത് ചെയ്യാനോ? എനിക്ക് പൂച്ച നടത്തും, അത് നമുക്ക് നടന്നു പഠിക്കാലോ. എടി, എനിക്ക് പഠിപ്പിച്ചു നാട്ടടി. എടി, നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് റിസ്കാ. ഏത് റിസ്ക്? എനിക്ക് റിസ്ക് പോലെയാ. നീ പഠിപ്പിച്ചതാ. എനിക്കും അങ്ങനെ കറക്റ്റ് അറിയൊന്നുമില്ല. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, എന്നിട്ട് അവർ നടക്കുന്ന നോക്കി അങ്ങ് പഠിക്കാം. അത് മതി, ധാരാളം മതി. അയ്യോ, നാളെ ഞാനൊരു പൊളിക്കും. പകൽക്കിനാവൊക്കെ പിന്നെ കാണാം. ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ? ഓക്കെ, നെഞ്ഞ് ഉന്തി പിടിക്കേ. അയ്യോ, ഇനി ഒന്ന് ഞാൻ ശ്വാസം മട്ടിച്ചാവും. ഇല്ല, കുഴപ്പമില്ല. വയറുള്ളിലേക്ക്, ഉള്ളിലേക്ക്. ഇടിയെ, ഇങ്ങനെ ശ്വാസം പിടിച്ചെന്ന് ഞാൻ ചാവോടി. ഇല്ല, നിനക്ക് നടക്കണ്ടേ? ഓക്കെ, ബാക്ക് തള്ളടി, തള്ളു, പുറകോട്ട് തള്ളടി. എടി, ഇതെന്താടി ഇത്? ഇനി നടന്നു നോക്കിയേ. ഒരു കാല് ഇങ്ങോട്ട്, മറ്റേ കാല് അങ്ങോട്ട്. ചേച്ചാ, അങ്ങനെയല്ല. വലത് കാല് ഇടത്തോട്ട്, ഇടത് കാല് വലത്തോട്ട്. എന്തൊക്കെയാ ഞാനീ പറഞ്ഞിരുന്ന? ഇവളെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈശ്വര, ആക്ച്വലി നീ നേരെ നോക്കരുത്. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് എടി ബാഗ് പോയടി, ബാഗ് തള്ളടി, തള്ളു. ഈ പെണ്ണിനെ പഠിപ്പിക്കാൻ പറ്റും തോന്നില്ല. അയ്യോ, ഞാനിപ്പോ ശ്വാസം പൊട്ടിച്ചാവേ. പറ്റും ദക്ഷ, നീ നടക്ക്. ഇതെന്താണ് താറാവ് നടക്കുന്ന പോലെ? പോടി, അവള് നടക്കുമ്പോ ആഹാ, ഞാൻ നടക്കുമ്പോ ഓഹോ. ഇതെന്താ ഇത്? എന്റെ പൊന്നു ദക്ഷ, ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. നീ നിർത്തിക്കോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പൂച്ച നടത്തല്ലേ ഇപ്പൊ പാടിപ്പോയെ. ഇനി അടുത്തത് ക്യൂട്ട് ഉണ്ടല്ലോ. ക്യൂട്ട്നെസ്സിന്റെ മുഖത്ത് വാരി വിതറിയിട്ട് ചെറുക്കന്മാരെ വീട്ടെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നു ദക്ഷ, ഈ ക്യൂട്ട്നെസ് ഒക്കെ നമുക്ക് വരുന്നതാ ജന്മന. ഇത് നമ്മൾ ഉണ്ടാക്കിയാൽ അത് റെഡി ആകത്തില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ റെഡിയാക്കും. ഇത് നോക്കിയേ.
ചിലപ്പോൾ കുറച്ച് ലേറ്റായെന്നിരിക്കും. എന്തായാലും വരുന്ന സമയത്ത് എൻ്റെ കൂടെ ആരവും കൂടെ ഉണ്ടാവും. ഞാൻ ആരവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, മറ്റേ കമ്പനീൻ്റെ ഡീല്, അവനും ഉണ്ട് എൻ്റെ കൂടെ. അല്ല, എന്താ കാര്യം? വല്ല പ്രശ്നമുണ്ടോ? അത് പ്രത്യേകിച്ചൊന്നുമില്ല അമ്മ, ഓഫീസിലെ കാര്യത്തിനാണ്. ഒരു പെൻ ഡ്രൈവ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് പോയിക്കോട്ടെ എന്ന്. ഓ അങ്ങനെ. അപ്പോൾ എന്തായാലും അമ്മ വല്ലതൊക്കെ ഉണ്ടാക്കി വെക്ക്. ശരി, എന്തായാലും സ്പെഷ്യലായിട്ട് തന്നെ വല്ലതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ ദക്ഷ എത്തിയോ? ഇല്ലടാ, അവള് വന്നിട്ടൊന്നുമില്ല. എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അതിന് പിന്നെ എന്നും അതല്ലേ പരിപാടി. ഓക്കെ എന്നാൽ. ഓക്കെ ശരി. എന്നാ ഞാൻ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യട്ടെ. ഈശ്വര, ഇപ്പോഴാ ഓർത്ത് മുകളിലേക്ക് കോല എന്താണോ എന്തോ. ഞാനാണെങ്കിൽ അവിടെ കയറിയിട്ട് കുറച്ച് ദിവസമായി. ആങ്ങളെയും പെങ്ങളും കൂടെ എന്താണോ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട്ടേക്കാം. ഉണക്കമുന്തിരി പെറുക്ക പെറുക്ക, മടുക്കുവോളം തിന്നൊക്കെ തിന്നൊക്ക, തേങ്ങ കൊത്തുന്നു കൊറിക്ക കൊറിക്ക, വെറ്റിലെ പാക്കും ചവക്ക ചവക്ക, പന്തല് മുഴുവൻ തിരക്ക തിരക്ക, പെണ്ണും ചെക്കനും വേർക്ക വേർക്ക, പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്ക കണ്ടോക്ക, ചെക്കൻ്റെ മദ്രസ് കണ്ടോക്ക കണ്ടോക്ക, പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്ന് വരുമ്പോ ചിരിക്ക ചിരിക്ക, പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്ന് വരുമ്പോ ചിരിക്ക ചിരിക്ക, ഒയ്യായ ഒയ്യായ ഒയ്യ. ഇതെന്താ ഇത്രയും നല്ല മണം? ഇതെന്റെ വീട് തന്നെയാണോ? ഇവിടെ തന്നെയാണല്ലോ ഈശ്വര. അമ്മൂസേ, ഇന്നെന്താ ഉണ്ടാക്കുന്നേ? ഓ മൈ ഗോഡ്, ഞാൻ എന്തായി കാണുന്നേ? ഇന്നെന്താ വിശേഷം ഇത്രയും ഫുഡ് ഉണ്ടാക്കാൻ? ഓ വന്നോ? ഇത്ര സമയം അവിടെ ആയിരുന്നു കൊച്ചേനി. ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്നാൽ നിനക്ക് എന്താ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, തെണ്ടി തെണ്ടി ശീലം വന്നല്ലോ. നീ എന്തായാലും പെട്ടെന്ന് കുളിച്ചിട്ട് വാ, ഞാൻ നിനക്ക് ചെറിയൊരു പണി തരാം. എന്ത് പണി? ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുക, അത് തന്നെ പണി. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫുഡ് ഉണ്ടാക്കി വെച്ചത്. ഓഹോ, അത് ശരി. ഞാൻ വിചാരിച്ച് എൻ്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും ഫുഡ് ഉണ്ടാക്കിയത്. ഗസ്റ്റ് വരുന്നുണ്ടാണല്ലേ. നീ പെട്ടെന്ന് കുളിച്ച് വന്ന ഇത് അരിഞ്ഞു വെക്കുക, അവരിവിടെ എത്താറായി. അല്ല, ആരാ ഗസ്റ്റ്? ഗസ്റ്റ് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനിതേ ഇപ്പം അറിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ വിളിച്ച് പറയാ ഫ്രണ്ട് വരുന്നുണ്ട്, സാധനമൊക്കെ ഉണ്ടാക്കി വെക്കാൻ. ദക്ഷ, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിഞ്ഞു? ആ അമ്മ, ഇതെല്ലാം കട്ട് ചെയ്തു. എന്തിനാ ചോദിക്കുന്നത്? ഇന്നടുത്ത് പണി തരാനാ? ഇനി ഒരു പണിയില്ല, നീ അതൊക്കെ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് ടേബിളിൽ കൊണ്ടുവെക്ക്. അവരെന്തായാലും ഇവിടെ അടുത്ത് എത്താറായിട്ടുണ്ടാവും. ദ്രിയാഷ്, അല്ല നിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഏതായാലും ഇപ്പോൾ വീട്ടിലേക്കല്ലേ പോകുന്നത്, അവിടെ നിന്ന് നേരിട്ടങ്ങ് പരിചയപ്പെടാം. ഓ അത് മതി. ഇപ്പോൾ നിൻ്റെ വീട്ടിലോട്ട്, അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടുവരുമെന്ന്. അത് ശരി, എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് മുന്നേ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. പിന്നല്ല, എന്തായാലും ഞാൻ വിളിച്ചാൽ നീ വരാതിരിക്കത്തില്ലല്ലോ. നിങ്ങളെത്തിയോ? വാ മോനെ, കയറിയിരിക്ക്. നിന്നെ കുറിച്ച് ഇവന് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം. ആൻറ്റിക്ക് സുഖമല്ലേ? ആ മോനെ, എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെ സുഖമായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? വീട്ടിലൊക്കെ സുഖമല്ലേ? അതെ ആൻറ്റി, വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഞാനൊരു പെൻ ഡ്രൈവ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടെ കയറിയിട്ട് പോവാന്ന്. അത് ആൻറ്റിക്ക് ബുദ്ധിമുട്ടായോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്? അയ്യോ, എനിക്കെന്ത് ബുദ്ധിമുട്ടാ മോനെ. വീട്ടിൽ വരുന്നവരെ ഫുഡൊക്കെ ഉണ്ടാക്കി സൽക്കരിക്കാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ മടിയുള്ള കൂട്ടത്തിലൊന്നല്ല ഞാൻ. എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. ഞാനതൊക്കെ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. கொட்டட்டும் கொட்டட்டும் மும்மாரி கொட்டட்டும் காரணம் யார புள்ள நல்ல வசவ
ആഹാ, അതാരടാ പാട്ട് പാടുന്നേ? ഇവിടെ നിന്നാണല്ലോ. നല്ല രസമുണ്ട് കേൾക്കാൻ. ആരാ അത്? ആ, അതെൻ്റെ ഒരേ ഒരു പെങ്ങള. നീ പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പം വരും, അങ്ങനെ പരിചയപ്പെടുത്തി തരാം. കൂടിയ ഇനവാ, ശ്രദ്ധിക്കണം അതിനെ. ഈശ്വര, ഇയാളാണോ ചേട്ടന്റെ ഫ്രണ്ട്? അയ്യോ, ഏനിയുടെ ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ പകുതി ജീവൻ പോയതാ. ഇയാൾ എന്നെ കൊണ്ട് പോകുള്ളൂ. എന്നെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. മൈൻഡ് ചെയ്യണ്ട, മിണ്ടാതെ കിച്ചണിൽ പോവാം. രക്ഷ, നീ എന്തെങ്കിലും പതുങ്ങി പോന്നേ? ചേട്ടൻ പട്ടി പോടത്തിണ്ടി, അവന് വിളിക്കാൻ കൊണ്ട് സമയം. അതാടാ എൻ്റെ പെങ്ങള്. ഇവളോ? എന്താ, നിനക്ക് മുമ്പ് പരിചയമുണ്ടോ? ഹേയ്, ഇല്ല. ചേട്ടൻ ഇതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് ഒരു 10-26 കൊല്ലമായി. അല്ല, നീ ഇതെവിടെ പതുങ്ങി പോന്നേ? ഇത് എൻ്റെ ഫ്രണ്ട് ആരവ്. നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. നിന്റെ പാട്ട് ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ്, എൻ്റെ പേര് ദക്ഷ. എന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ചേട്ടാ, ഇത് നിന്നെ കുത്തും. കുത്തട്ടെ. ഈശ്വര, ഇതിന് തീരെ ബുദ്ധിയില്ലെന്ന് തോന്നുന്നു. കുട്ടിക്കളി മാറിയിട്ടില്ല. എന്തായാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആരാ? നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ പാരമ്പര്യ ലൂസാണെന്ന്. അതെ മോനെ, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവിടെ ഇങ്ങനെ തന്നെ നമ്മൾ കുറച്ച് കൊഞ്ചിച്ചിലടിച്ച് വശമാക്കിയിട്ടുണ്ട്. അതിൻ്റെ മോൻ കഴിക്കാം. അമ്മ, എൻ്റെ പൊന്നിച്ചേട്ടാ, ഇവനൊന്ന് ഇവിടെ നിന്ന് പൊക്കോട്ടെ. നിങ്ങളെ ഞാൻ ശേച്ചിയാക്കി തരുന്നുണ്ട്. രണ്ടും കൂട്ടി ഇറങ്ങിയിരിക്കും മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എന്താ മോനെ, എടുത്ത് കഴിക്ക്. നീ എന്താ ഇങ്ങനെ? സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ ആൻറ്റി തന്നെ ഉണ്ടാക്കിയതാണല്ലോ അല്ലേ? എൻ്റെ പൊന്നു മോനെ, ഇവിടെ ഞാനല്ലാതെ വേറെ ആര് ഫുഡ് ഉണ്ടാക്കാനാ? ഇവളെ കണ്ടിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇവൾക്ക് മര്യാദ ഒരു ചായ ഇടാൻ പോലും അറിഞ്ഞൂടാ. മോനെ, നിനക്കൊരു കഥ കേൾക്കണം. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ചെന്നൈയിലൊന്ന് പോയായിരുന്നേ. പോയി വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. എനിക്കാണെങ്കിൽ ഈ യാത്ര ചെയ്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര തലവേദന. ഞാനിവിടെ അടുത്ത് പറഞ്ഞു ഒരു ചായ ഇട്ടുകൊണ്ട് വന്നു. അവൾ ചായ ഇട്ടുകൊണ്ട് തന്നു. എൻ്റെ പൊന്നു മോനെ, അതിൻ്റെ അകത്ത് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കലക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനത്തെ ടീംസാ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇപ്പോട്ട് പറയുന്നത്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. നീ ഇതെവിടെ പോകുന്നു? ഇതെല്ലാം കഴിച്ചിട്ട് പോവും. എനിക്ക് മതി, ഞാൻ കഴിച്ചു. എൻ്റെ വയറ് നിറഞ്ഞു. മോനെ, നീ എന്തായാലും ഇപ്പൊ പോകുന്നില്ലല്ലോ. ഭയങ്കര മഴയാ പുറത്ത്. ഇപ്പം കഴിച്ചതില്ലേ ഉള്ളൂ. ഇപ്പം തന്നെ പോകണ്ട. മോനവൻ്റെ കൂടെ റൂമിൽ ചെല്ലും. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞാനും കൂടെ വന്നേക്കാം. നമുക്ക് സംസാരിച്ചിരിക്കാം. അതേടാ, ഇപ്പം തന്നെ പോകണ്ട. വാ, നമുക്ക് റൂമിൽ പോവാം. എടാ, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാതെ. ഓ ശരിടാ.